അങ്ങനെ നമ്മുടെ അനുശ്രീക്ക് നാളെ കോടതിയിൽ ഹാജരാവാൻ വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് വരുന്നുണ്ട് നമ്മുടെ കോടതിയിൽ നിന്ന്. എന്തായാലും അനുശ്രീക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ പേടിയാവണം. നാളെ കോടതിയിൽ പോയിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ മിത്രം നമ്മുടെ ഗോമതിയോട് പറയുന്നുണ്ട് നാളെ എന്തായാലും അനുശ്രീ കോടതിയിൽ ഹാജരാവണം അപ്പച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലൻ പറയുന്നുണ്ട് അതിന് അനുവിന് ഒരു പേടിയില്ലല്ലോ, അവൾ നാളെ കോടതിയിൽ ഹാജരാവും, പേടി മുഴുവൻ ഗോമതിക്കാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രാജശ്രീ അച്യുതനോട് പറയുന്നുണ്ട് നാളെ എങ്ങനെയെങ്കിലും അലോകനം ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട് എങ്ങനെ ഇറക്കി കൊണ്ടുവരാനാ, ബാലൻ അവൾക്ക് പേടി മാറാൻ എല്ലാ ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ടാവും, അനുശ്രീയെ എല്ലാ ട്രെയിനിങ്ങും കൊടുത്തിട്ടാവും അവൻ കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ അമ്പലത്തിൽ പോയി തൊഴുത് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലൻ ഗോമതിയുടെ അമ്മോട് പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് നീതി കിട്ടാൻ ഞാൻ എൻ്റെ മകളുടെ കൂടെ അവസാനം വരെ നിൽക്കും അമ്മേ, അലോകിന് നിയമം എന്താ ശിക്ഷ വിധിക്കണമെന്ന് വെച്ചാൽ അത് അവന് കിട്ടിയേ പറ്റൂ, കാരണം അവൻ അതിന് അർഹനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗോമതിയുടെ അമ്മയ്ക്കാണെങ്കിൽ വല്ലാതെ വിഷമവും ആവണുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും ആനന്ദ് അവൻ ഗോമതി സ്റ്റോറിൽ വെച്ചിരിക്കുന്ന ക്യാമറയിൽ വീഡിയോസൊക്കെ അവൻ ഫോണിൽ കൂടെ നോക്കുന്നുണ്ട് നമ്മുടെ ഉദയഭാനുവിൻ്റെയും ദേവിയുടെയും കള്ളത്തരൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഉദയഭാനു വരുന്നതും അവൻ ആ കള്ളത്തരം കാണിക്കാൻ പോണതൊക്കെ അവൻ അവൻ്റെ വീഡിയോസിൽ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവൻ ഏകദേശം പിടി കിട്ടിയ നമ്മുടെ ഉദയഭാനുവാണ് എല്ലാറ്റിനും കാരണം എന്നൊക്കെ മനസ്സിലായി തുടങ്ങി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.